നമ്മളിന്ന് ഒരു ട്രിപ്പ് പോവാണ് കേട്ടോ. ആംസ്റ്റർഡാമിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്ക് ഇന്ന് രാത്രി 12 മണിക്കാണ് നമുക്ക് ഹൈദരാബാദിൽ നിന്ന് ബസ്. അപ്പോൾ ഞങ്ങളിപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങുവാണ്. ഇപ്പോൾ സമയം 11 മണിയായി. അപ്പോൾ നേരെ ബസ്സിൽ കയറുക, യാത്ര തുടരുക. ബാക്കി വിഷയങ്ങൾ നമുക്ക് വഴി കാണാം. ഇന്നത്തെ യാത്ര നമ്മളൊരു ഗ്രൂപ്പിൻ്റെ കൂടെയാണ് കേട്ടോ. നമ്മളൊരു 1 ഡേ ടൂർ പാക്കേജ് എടുത്താണ് പോകുന്നത്. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് നെതർലാൻഡ്സിലെ ഗീത്തോൺ എന്ന് പറയുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു വില്ലേജിലേക്കാണ്. പിന്നെ അവിടെ നിന്നാണ് നമ്മൾ ആംസ്റ്റർഡാമിലേക്ക് പോകുന്നത്. നമുക്ക് മിഡ് നൈറ്റ് ആയിരുന്നു ബസ്. ഹൈദരാബാദ് സെൻട്രൽ സ്റ്റേഷനിൽ നിന്നായിരുന്നു നമ്മുടെ ബസ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ നമ്മുടെ യാത്ര തുടർന്നു. എപ്പോഴാണ് നമ്മൾ നെതർലാൻഡ്സ് കയറിയതെന്ന് അറിയില്ല. നമ്മൾ നേരം വെളുത്തപ്പോഴത്തേനും നമ്മൾ നെതർലാൻഡ്സിലായിരുന്നു. അറൗണ്ട് ഒരു 6 o'clock ഒക്കെ ആയപ്പോൾ അവർ ഒരു റെസ്റ്റ് സ്റ്റേഷനിൽ നിർത്തിയിട്ട് നമുക്ക് ഫ്രഷ് ആവാനുള്ള സൗകര്യമൊക്കെ ഒരുക്കി തന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ ഫ്രഷൊക്കെ ആയിട്ട് ഒരു കോഫിയൊക്കെ കുടിച്ച് യാത്ര തുടർന്നു. നമുക്ക് പോകുന്ന വഴിയൊക്കെ ശരിക്കും നമ്മുടെ നാട്ടിലൂടെ ട്രാവൽ ചെയ്യുന്നത് പോലെ തന്നെയാണ് തോന്നിയത്. കുറേ പാടമൊക്കെ ആയിട്ട്, ആ പാടത്തൊക്കെ കുറേ പശുക്കളും ഒക്കെ ആയിട്ട് ശരിക്കും നമുക്കൊരു ഗ്രാമത്തിൻ്റെ ഒരു നൊസ്റ്റാൾജിക് ഫീലുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ 8 മണി കഴിഞ്ഞപ്പോൾ ഗീത്തോൺ വില്ലേജിലെത്തി. ഒരു കനാൽ ക്രൂയിസ് ട്രിപ്പ് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 9:30 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരം ആ വില്ലേജിലൂടെയൊക്കെ നടന്ന് അവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ചു. അതിനുശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ കനാൽ ക്രൂയിസ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിലോട്ട് പോയി. ഈ ഗീത്തോൺ വില്ലേജ് അറിയപ്പെടുന്നത് ഡച്ച് വെനീസ് എന്നാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കുട്ടനാട്ടിൽ എത്തിയതുപോലെ തന്നെ നമുക്ക് തോന്നും. അത്ര മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ. ഇവിടുത്തെ വീടുകളാവട്ടെ, അതുപോലെ തന്നെ ഒത്തിരി കനാൽസൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചെന്നത് ഒരു സ്പ്രിംഗ് സീസണിലായതുകൊണ്ട് തന്നെ ഒത്തിരി ഫ്ലവേഴ്സും അതുപോലെ തന്നെ നല്ല ഫ്രഷ് എയറും ഒക്കെ ആയിട്ട് നമുക്ക് നല്ലൊരു വൈബ് തന്നെയാണ് ഇവിടെ ഉണ്ടാവുക. കൃത്യം 9:30 ആയപ്പോൾ നമ്മുടെ കനാൽ ക്രൂയിസ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം നമുക്കുണ്ടായിരുന്ന ഗൈഡ് നമുക്ക് ഇംഗ്ലീഷിൽ തന്നെയായിരുന്നു എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. Taking a tour through the village of Giethoorn, it will take about an hour. Meanwhile, I'm going to tell as much as I know from the history of the village. Okay? Yeah. ഗൈഡ് നമുക്ക് ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഇവിടുത്തെ ആ ഗ്രാമീണ ജീവിതവും ഇവിടെ എങ്ങനെയായിരുന്നു അവരുടെ ആ ഒരു സമ്പദ് വ്യവസ്ഥയൊക്കെ മുന്നേറിയതും അങ്ങനെയുള്ള കുറേ പിക്ചേഴ്സൊക്കെ നമ്മളെ കാണിച്ചിരുന്നു. ഇങ്ങനെയാണ് ഈ ഗ്രാമത്തിന് ഗീത്തോൺ എന്ന് പേര് വന്നതെന്നറിയോ? ഇവിടെ പണ്ടൊരു നാച്ചുറൽ കലാമിറ്റി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി ആടുകളൊക്കെ ചത്തുപോയി. അങ്ങനെ ഒത്തിരി കൊമ്പുകളൊക്കെ ഈ ആടിൻ്റെ കണ്ടുപിടിച്ചു അവർ. അങ്ങനെയാണ് ഈ ഗ്രാമത്തിന് ഗീത്തോൺ എന്ന് പേര് വന്നത്. അതായത് ഗോഡ്സിൻ്റെ ഹോൺ, ആടുകളുടെ കൊമ്പ് എന്നർത്ഥം വരുന്ന ഗീത്തോൺ. അത് പിന്നീട് ഇവർ പറഞ്ഞാണ് ഗീത്തോൺ എന്ന് പേര് വന്നത്. ഈ സ്ഥലം അത്ര പോപ്പുലർ ഒന്നും ആയിരുന്നില്ല. പക്ഷേ 1958 ഒരു ഫാൻഫെയർ എന്ന് പറയുന്ന ഒരു മൂവി ഇവിടെ ആയിരുന്നു ഷൂട്ട് ചെയ്തിരുന്നത്. ആ ഫിലിമിന് ശേഷമാണ് ഈ സ്ഥലം പോപ്പുലറായി മാറിയത്. അങ്ങനെ ഒത്തിരി വിസിറ്റേഴ്സ് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നായിട്ട് ഇവിടെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു തുടങ്ങി. വീടുകളൊക്കെ കാണാനായിട്ട് നല്ല മനോഹരമാണ് കേട്ടോ. പ്രത്യേകിച്ച് അതിൻ്റെ റൂഫ്. ഈ റൂഫൊക്കെ അറിയപ്പെടുന്നത് താച്ച് റൂഫ് എന്നാണ്. അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കോസ്റ്റ്ലിയാണ്. ഏകദേശം 130 യൂറോ വെച്ചിട്ട് ഒരു സ്ക്വയർ ഫീറ്റിനാകുമെന്നാണ് ഞങ്ങളുടെ ഗൈഡ് ഇൻഫോം ചെയ്തത്. അതുമാത്രമല്ല 30 വർഷം കൂടുമ്പോൾ അത് ചേഞ്ച് ചെയ്യുകയും വേണം. നമുക്ക് കാറുള്ള പോലെ തന്നെ എല്ലാ വീടുകളിലും ബോട്ടാണ് ഉള്ളത്. ഏകദേശം 1 കിലോമീറ്റർ മാറി അവർ കാർ പാർക്ക് ചെയ്തിട്ട് വേണം, ബോട്ടിലൂടെയാണ് അവർ വീട്ടിലേക്ക് എത്തുന്നത്. അതുപോലെ തന്നെ ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് പോകണമെന്നാണെങ്കിലും അവർ ഈ കനാലിലൂടെ ബോട്ട് ഓടിച്ചാണ് പോകുന്നത്. അല്ലെങ്കിൽ ചില വീടുകൾ തമ്മിൽ പരസ്പരം ഒരു ബ്രിഡ്ജ് വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. കനാലിലൊന്നും അധികം ആഴമില്ലെന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. ഏകദേശം 6 അടിയോളം വരുമെന്നാണ് പറഞ്ഞത്.
They started farming here, and that is what you see right now. Farmers also had a boat. You can see it on the photos. It's bigger, something like this. The old days were refugees. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഫാൻഫെയർ എന്ന് പറയുന്ന ഒരു മൂവിയെക്കുറിച്ച്. ആ മൂവി ഈ കാണുന്ന ഇദ്ദേഹത്തിൻ്റെ ആണ്. അദ്ദേഹത്തിൻ്റെ പേര് ആൽബർട്ട് മോൾ എന്നാണ്. റോഡുകളില്ലാത്ത ഈ ഗ്രാമത്തിൽ എങ്ങനെ ഈ കനാലുകൾ ഉണ്ടായെന്ന് അറിയണ്ടേ. പണ്ട് പീറ്റ് മൈനിങ്ങിന് ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു ഇത്. അപ്പോൾ പീറ്റൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ഈ കനാലുകളൊക്കെ ഉണ്ടാക്കിയത്. അതുമാത്രമല്ല, ഇപ്പോൾ ഇവരുടെ വീടുകളിൽ ഇവരെത്തണമെങ്കിൽ 1 കിലോമീറ്റർ മാറി അവരുടെ സ്വന്തം കാറ് പാർക്ക് ചെയ്തിട്ട് സ്വന്തം ബോട്ടിലാണ് അവരുടെ വീടുകളിലേക്ക് എത്തുന്നത്. നമുക്ക് ഈ ഗ്രാമത്തിൻ്റെ ഭംഗി നന്നായിട്ട് ആസ്വദിക്കണമെന്നാണെങ്കിൽ നമുക്ക് തന്നെ ബോട്ട്സ് റെൻറ്റിനെടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ഈ കനാലുകളിലൂടെ ഓടിക്കാവുന്നതാണ്. അത് നമുക്ക് 2 മണിക്കൂറോ 3 മണിക്കൂറോ ഒക്കെ നമുക്ക് റെൻറ്റിനെടുക്കാവുന്നതാണ്. നമ്മൾ ഈ കനാൽ ക്രൂയിസിൻ്റെ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ചില കനാലുകളിലൂടെ ഒന്നും നമുക്ക് ഈ പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ റെൻറ്റിന് ബോട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ കനാലുകളിലൂടെയൊക്കെ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. നമ്മുടെ 1 മണിക്കൂറിലെ ക്രൂയിസ് ട്രിപ്പ് അവസാനിച്ചു. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പേ ചെയ്തത് പെർ ഹെഡ് 12 യൂറോ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ തന്നെ ആയിരുന്നു നമ്മൾ തിരിച്ചെത്തിയത്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. നമുക്ക് ഈ ഗ്രാമത്തെക്കുറിച്ച് കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. നമ്മുടെ ഗൈഡ് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഈ ഗ്രാമത്തിനെ കുറിച്ച് പറഞ്ഞു തന്നു. അതുപോലെ തന്നെ നമ്മൾ ഒറ്റയ്ക്കാണ്, നമ്മൾ വേറെ ബോട്ട് റെൻറ്റിനെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകുന്നതായിരിക്കില്ല. പക്ഷെ നമ്മൾ ഈ ക്രൂയിസ് ട്രിപ്പ് തന്നെ ബുക്ക് ചെയ്യാൻ കാരണം കൂടെ കുട്ടി ഉള്ളതുകൊണ്ടായിരുന്നു. നമുക്ക് ഒറ്റയ്ക്കൊക്കെ ഒരു ബോട്ട് റെൻറ്റിനെടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് കുറച്ച് പ്രയാസമായിരിക്കും. അതുകൊണ്ടാണ് നമ്മളൊരു ഗ്രൂപ്പിൻ്റെ കൂടെ തന്നെ ട്രാവൽ ചെയ്തത്. പിന്നെ അവിടെ നിന്ന് നമ്മൾ പോയത് ആംസ്റ്റർഡാം സെൻട്രലിലേക്കായിരുന്നു. പിന്നെ നമ്മൾ കോയ്ക്കൻഹോഫിലേക്ക് പോകുന്നില്ല, അതുകൊണ്ട് തന്നെ തുലിപ്സൊക്കെ കാണാൻ പറ്റുമോ എന്നുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ എന്തായാലും പോകുന്ന വഴിയെല്ലാം തുലിപ്സിൻ്റെ ഗാർഡൻസും ഫീൽഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റിയായിരുന്നു. അങ്ങനെ നമ്മൾ പിന്നെ നമ്മുടെ യാത്ര തുടർന്നു. നെതർലാൻഡ്സ് എന്ന് പറയുന്നത് വിൻമിൽസിൻ്റെയും തുലിപ്പ് ഫ്ലവേഴ്സിൻ്റെയും ചീസസിൻ്റെയും ഒക്കെ സ്ഥലമാണ്. പിന്നെ നമ്മൾ ഈ വിൻമിൽസിൻ്റെ ഭംഗിയെല്ലാം ആസ്വദിച്ച് പോകുന്ന വഴിക്ക് കണ്ടത് ഒരു ബോട്ട് പോകാൻ വേണ്ടിയിട്ട് റോഡ് തന്നെ ഓപ്പണായിട്ട് ഇതുപോലെ ഒരു വാളായിട്ട് നിൽക്കുന്നതായിരുന്നു നമ്മൾ കണ്ടത്. ഇത് അതിശയിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു കേട്ടോ. ഞാൻ ഇതുവരെ ഇങ്ങനൊരു എക്സ്പീരിയൻസ് എൻ്റെ ലൈഫിലുണ്ടായിട്ടില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇതുപോലെ ട്രെയിനൊക്കെ പോകാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഇതുപോലെ ഗേറ്റഡേയൊക്കെ കിട്ടുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഏകദേശം 12:30 നമ്മൾ ആംസ്റ്റർഡാം സെൻട്രലിൽ എത്തി. ഇവിടെ സ്ട്രീറ്റ് മുഴുവനും നല്ല തിരക്കായിരുന്നു. പിന്നെ മ്യൂസിക്കൊക്കെ ആയിട്ട് നല്ല ഒരു വൈബ് തന്നെയായിരുന്നു. ഇവിടെ എന്നെ വണ്ടറാക്കിയ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എങ്ങനെയാണ് ഈ ട്രാം ഇവിടെ ഓടിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഇവിടെ നമുക്ക് ഒത്തിരി സൈക്ലിസ്റ്റിനെ കാണാൻ പറ്റും. എവിടെ തിരിഞ്ഞാലും സൈക്കിൾ മാത്രമേ ഉള്ളൂ. ഈ ഇത്രയും തിരക്കിലൂടെയും അവർ സൈക്കിൾ ഓടിക്കുന്നു. അതോടൊപ്പം തന്നെ കാറുകൾ, പിന്നെ ഈ ട്രാം ഓടിക്കുന്ന ഡ്രൈവേഴ്സിനെ നമ്മൾ ശരിക്കും അപ്രിഷ്യേറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മക്ഡൊണാൾഡ്സിൽ കയറി. അവിടെ നല്ല തിരക്കായതുകൊണ്ട് തന്നെ നമ്മൾ പാഴ്സൽ വാങ്ങി നമ്മൾ പുറത്തിരുന്നാണ് കഴിച്ചത്. ഡാമിലും ഒരു ക്രൂയിസ് ട്രിപ്പ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് പെർ ഹെഡ് 14 യൂറോ ആയിരുന്നു ആയത്.
ഈ ക്രൂസ് ട്രിപ്പിൽ നമുക്കുണ്ടായിരുന്നത് ഓഡിയോ ഗൈഡായിരുന്നു. അങ്ങനെ നീണ്ട 1 മണിക്കൂറിലത്തെ ട്രിപ്പിന് ശേഷം നമ്മൾ തിരിച്ചെത്തി. പിന്നെ ആംസ്റ്റർഡാം സെൻട്രലിലെത്തി ഫ്രഷൊക്കെ ആയിട്ട് പോയത് നേരെ ടൈം സ്ക്വയറിലേക്കായിരുന്നു. നമ്മൾ പിന്നെ പോയത് സ്ട്രൂപ്പ് വാഫൽ കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഫേമസ് ആയിട്ടുള്ള മെല്ലെ സ്ട്രൂപ്പ് വാഫൽസിൽ നിന്നായിരുന്നു നമ്മൾ സ്ട്രൂപ്പ് വാഫൽ വാങ്ങിയത്. എന്തായാലും ആംസ്റ്റർഡാം വന്നിട്ടുണ്ടെങ്കിൽ ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ്. പോകുന്ന വഴിയെല്ലാം നമ്മൾ ഇതുപോലെ കുറേ സീഡ് ബാങ്ക്സും കോഫി ഷോപ്പും ഒക്കെ കണ്ടിരുന്നു. ഈ കോഫി ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുമിച്ചാണ് ഈ കോഫിയും ഷോപ്പും കൂടി എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടെ കാനബീസ് ഒക്കെ കിട്ടുമെന്നാണ് കേട്ടോ അതിൻ്റെ അർത്ഥം. പിന്നെ നമ്മൾ കുറേ മ്യൂസിയംസ് ഒക്കെ കണ്ടു. സ്പെഷ്യലി സെക്സ് മ്യൂസിയംസ് ഒക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ എല്ലാം ലീഗലി അലൗഡാണ്. അത് കഴിഞ്ഞ് നമ്മൾ പോയത് സാൻസ് ഷാൻസിലേക്കായിരുന്നു. ആംസ്റ്റർഡാം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വിസിറ്റ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് വാൻ ഗോഗ് മ്യൂസിയം, അന്ന ഫ്രാങ്ക് ഹൗസ്, അതുപോലെ തന്നെ റിച്ച് മ്യൂസിയം.
അങ്ങനെ സൺസെറ്റ് ആയപ്പോൾ നമ്മൾ ആംസ്റ്റർഡാം സെൻട്രലിലേക്ക് തിരിച്ചെത്തി. ആംസ്റ്റർഡാം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ട് നമുക്കൊരു ബിൽഡിംഗ് കാണാൻ പറ്റും. അതിൻ്റെ ഏറ്റവും ടോപ്പിൽ നമുക്ക് സീസോ റൈഡ് ചെയ്യാൻ പറ്റും. ഇതിനെ പറയുന്നത് ആംസ്റ്റർഡാം ഐ എന്നാണ്. അവിടെ നിന്ന് നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഹോൾ ആംസ്റ്റർഡാം തന്നെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് എത്തണമെന്നാണെങ്കിൽ ഈ ആംസ്റ്റർഡാം സെൻട്രലിൽ നിന്ന് ഒരു ടാക്സി ബോട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അത് ഫ്രീ ആണ്. അവിടെ നിന്ന് നമ്മൾ അപ്പുറത്തെ സൈഡിലോട്ട് പോകണം. പിന്നെ ഈ ബിൽഡിങ്ങിൽ നമുക്ക് ഏറ്റവും ടോപ്പിലോട്ട് പോകണമെന്നാണെങ്കിൽ എസ്കലേറ്റർ ഉണ്ട്. അത് നമ്മൾ 15 euro ആണ് പേ ചെയ്യേണ്ടത്. പിന്നെ അവിടെ ചെന്നിട്ട് നമുക്ക് സീസോ നമുക്ക് റൈഡ് ചെയ്യാം. അതിന് എക്സ്ട്രാ കോസ്റ്റ് ഉണ്ട്. അങ്ങനെ അവിടെ നിന്ന് നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആംസ്റ്റർഡാം ഫുൾ കാണാം എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ മുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ അതർ സൈഡിൽ പോയി ആ ബിൽഡിങ്ങിൽ കയറിയിട്ട് നമ്മൾ തിരിച്ചു പോരുകയായിരുന്നു. പിന്നെ ആംസ്റ്റർഡാമിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് റെഡ് ലൈറ്റ് ഡിസ്ട്രിക്റ്റ്. നമ്മുടെ ബസ് കുറച്ച് ലേറ്റ് ആയിരുന്നു. നമ്മൾ ബസ് പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് പോയി കുറച്ച് നേരം നമ്മളവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നായിരുന്നു. അറൗണ്ട് 12:30 തന്നെ നമ്മുടെ ബസ് സ്റ്റാർട്ട് ചെയ്തു. പിറ്റേ ദിവസം വെളുപ്പിന് 6 മണിയായപ്പോഴേക്കും നമ്മൾ ഹൈദരാബാദ് സെൻട്രൽ സ്റ്റേഷനിലേക്ക് എത്തി. ഇതുപോലൊരു ട്രിപ്പ് ആംസ്റ്റർഡാമിലേക്ക് നമ്മൾ തീരെ പ്രതീക്ഷിച്ചിരുന്നതല്ലായിരുന്നു. പെട്ടെന്നായിരുന്നു ഇതുപോലൊരു 1 ഡേ ട്രിപ്പിനെ കുറിച്ച് കേട്ടത്. അങ്ങനെ പെട്ടെന്നെല്ലാം ഓർഗനൈസ് ചെയ്യുമായിരുന്നു. എന്തായാലും നമ്മൾ റിയലി എൻജോയ് ചെയ്തു. എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.